അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്തേ മുത്തുകളെ സുഖല്ലേ? നിസ്കരിച്ച നിങ്ങള് നിസ്കരിച്ചില്ലല്ലേ? അസർ നിസ്കരിച്ച? മഗ്‌രിബായി, ഇശായി, ഒന്നും നിസ്കരിച്ചില്ല. ഒന്നുമില്ല. സമയമുണ്ടോ? സമയമുണ്ട്. കുറച്ച് മൊബൈലിൽ കളിക്കണം. നമ്മുടെയൊക്കെ സ്വഭാവം ഇതാണ്. നമ്മുടെയൊക്കെ ഉമ്മ ഇല്ലേ, അല്ലെ ഉപ്പ ചെറുപ്പത്തിൽ പറയുമായിരുന്നു അല്ലെ, മോനെ നിസ്കരിക്ക്, പള്ളിയിൽ പോയി നിസ്കരിക്ക്. ഓ മോനെ, അവരൊക്കെ പോകുന്നുണ്ടല്ലോ, എന്നോടും പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യങ്ങളും. നമ്മളൊന്നും അതൊന്നും കൂസാക്കിയില്ല അല്ലെ. എന്നാൽ ഇതിന്റെയൊക്കെ ഗൗരവം എപ്പാട്ടാ മനസ്സിലാവുന്നേ? ഒരു 18, 20 വയസ്സ്, 22 വയസ്സ്, 24, 26 വയസ്സ്, അങ്ങനെ ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെയൊക്കെ നിസ്കാരത്തിന്റെ വില എത്രത്തോളാണെന്ന്. നിങ്ങൾ നിസ്കരിച്ച് തുടങ്ങി നോക്ക്. ഞാൻ മിഞ്ഞാന്ന് ഒരു 2-3 ദിവസം മുന്നേ എന്റെ ഒരു കുടുംബത്തിനൊരു പയ്യൻ ഫോൺ വിളിച്ചിട്ട്, എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച്, കുടുംബക്കാരനാട്ടോ, ഞാൻ കോൾ ചെയ്തു. എന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പൊ അവൻ ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ? അവനെ നീ നിസ്കരിച്ച് നോക്കുന്ന്, നീ സുബഹി. അത് പറഞ്ഞോട് കൂടിയില്ലേ, സത്യം പറയട്ടെ, ഞാൻ അല്ലെങ്കിലും കഴിയുന്നത് പോലെ, എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നത് പോലെ ഞാൻ നിസ്കരിക്കാറുണ്ട്. എന്തായാലും നിങ്ങൾ നിസ്കാരം പതിവാക്കാൻ നോക്കുക. നിസ്കരിച്ചാൽ തന്നെ ഇല്ലേ, നമുക്ക് ഒരു വക്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇല്ലേ, ഏതോ ഒരു കടം വീട്ടിയ പോലെ ഒരു ഫീലാണ്. വല്ലാത്തൊരു ഫീലാണത്. അത് നിസ്കരിച്ചവർക്കേ അറിയുള്ളൂ. നിങ്ങൾ എന്തായാലും അതാക്കാതെ അതായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക. ഞാനും ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ടാവുക അല്ലെ. നാളെ എന്നുള്ള ഒരു ചിന്ത മാറ്റി വെക്കാം. ഇപ്പോ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ തുടങ്ങുക. ഇന്ന് മുതൽ, അല്ലെങ്കിൽ ഈ ഒരു സമയം മുതൽ തുടങ്ങുക. എല്ലാവരും നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സത്യം പറയട്ടെ, എനിക്ക് പല വിധത്തിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇല്ലേ, ചില സമയങ്ങൾക്ക് അള്ളാഹു നമുക്ക് സഹായിക്കുന്നുണ്ടാവും. എത്ര ബുദ്ധിമുട്ട് വന്നാലും ഇല്ലേ, ചില സമയങ്ങളില്ലേ, നമ്മളില്ലേ അള്ളാഹിനെ മറന്നുകൊണ്ട് കളിച്ചാലില്ലേ, അള്ളാഹ് നമ്മളെ മറക്കൂല. നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലേ, ചില സമയങ്ങളിൽ നമുക്ക് നമുക്ക് വിചാരിക്കാത്ത രീതിയിലൊക്കെ നമുക്ക് അള്ളാഹിന്റെ സഹായം വരുന്നുണ്ടാവും, നമ്മൾ പോലും അറിയാതെ. അത് തന്നെയാണ് നമ്മുടെ പടച്ച റബ്ബ് കൈവിടൂല. അള്ളാഹു നമ്മളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ പടച്ച റബ്ബിനെ, ദൈവത്തെ നമ്മൾ എന്നും മറന്നുകൊണ്ടാണല്ലോ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിസ്കാരം നിലനിർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, അസ്സലാമു അലൈക്കും.